പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് പ്രത്യേകമായിട്ട് നിങ്ങളുടെ എല്ലാ ചിന്തകളിലും ചെയ്തികളിലും യാത്രകളിലും കണ്ടുമുട്ടുന്ന വ്യക്തികളിലും എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് അച്ഛൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. നമ്മളുണ്ടല്ലോ പലപ്പോഴും ഭൗതികമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും. കുഞ്ഞുങ്ങളുണ്ടാകാൻ, കടബാധ്യത മാറാൻ, രോഗം മാറാൻ, കഷ്ടത മാറാൻ, ബന്ധനങ്ങൾ മാറാൻ എല്ലാം നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷെ ഒരു ആത്മീയ രഹസ്യം പറഞ്ഞു തരാം. അതായത് നമ്മൾ ഈ ഭൗതികമായ അനുഗ്രഹങ്ങൾ ചോദിക്കണ്ട എന്നല്ല, പക്ഷെ അതിനേക്കാളും ഉപരി നമ്മൾ ചോദിക്കേണ്ടത് നമ്മുടെ കർത്താവായ ഈശോമിശിഹ നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ദാനമാണ്. അതാരാണ്? അത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന് കിട്ടിയാൽ നമുക്കെല്ലാം കിട്ടും. പരിശുദ്ധാത്മാവിന് കിട്ടിയാൽ നമ്മുടെ ഭൗതിക ജീവിതമൊക്കെ അനുഗ്രഹിക്കപ്പെടും. അപ്പം അതുകൊണ്ട് ഇന്ന് പ്രത്യേകമായിട്ട് അച്ഛൻ ആഹ്വാനം ചെയ്യാണ്. ഇനി മുതൽ ആദ്യം നമ്മൾ ചോദിക്കണം, പരിശുദ്ധാത്മാവായ ദൈവമേ എന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവായ ദൈവമേ എൻ്റെ ആത്മാവിൽ നിറയണമേ, ജീവിതത്തിൽ നിറയണമേ, ജീവിത പങ്കാളിയിൽ നിറയണമേ, മക്കളിൽ നിറയണമേ, മാതാപിതാക്കളിൽ നിറയണമേ, കുടുംബത്തിൽ, അയൽവാസികളിൽ, എൻ്റെ ജീവിത നിയോഗങ്ങളിലെല്ലാം നിറയണമേ എന്ന് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിനെ കിട്ടി, എല്ലാം കിട്ടി. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് തീനാവുകളുടെ രൂപങ്ങളിൽ ശിഷ്യന്മാരിലും പരിശുദ്ധ അമ്മയിലും നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ ഭയമൊക്കെ വിട്ടുമാറി അവർ ലോകം മുഴുവനും വചനം പ്രഘോഷിക്കുന്നവരായിട്ട് മാറി. പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ നിറഞ്ഞ് കവിഞ്ഞ് വചനം പ്രഘോഷിക്കുന്നവരായിട്ട് മാറി. അവരുടെ ഹൃദയത്തിലുള്ള ഭയമൊക്കെ മാറി. അപ്പോസ്തലന്മാരുടെ ഭയമൊക്കെ വിട്ടുമാറി. ആ വിടുതൽ കിട്ടി. പരിശുദ്ധാത്മാവിനെ കിട്ടിയോ പിന്നെ ഭയം മാറി, നിരാശ മാറി, എല്ലാം മാറി, പുതിയൊരു സൃഷ്ടിയായിട്ട് മാറുകയാണ്. ഇന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവേ എന്നിൽ നിറഞ്ഞ് എൻ്റെ ബന്ധനങ്ങളെല്ലാം മാറ്റി ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ. പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ അതിലൂടെ തന്നെ എല്ലാ ഭൗതിക അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. നമ്മുടെ പൂർവ്വപിതാക്കന്മാരിൽ, രാജാക്കന്മാരിൽ, ന്യായാധിപന്മാരിൽ, പ്രവാചകന്മാരിൽ, അപ്പോസ്തലന്മാരിൽ എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ നിറവായിരുന്നു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എവിടെയെങ്കിലും ഒരു കുറവുള്ളതായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ടോ? ഇല്ല. സർവ്വ ഐശ്വര്യവും അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. സർവ്വ അനുഗ്രഹവും ഐശ്വര്യവും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കും ലഭിക്കട്ടെ. ഇന്ന് മെസ്സേജ് ബോക്സിൽ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ എന്ന് ടൈപ്പ് ചെയ്ത് അയക്കാൻ പരിശ്രമിക്കുക. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.